മികച്ച 5 അവസരങ്ങൾ അമിത സമ്മർദ്ദം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ മുതലാക്കാനായില്ല. അതോടെ ഏതാണ്ട് അവസാനിച്ചതാണ് സഞ്ജു സാംസന്റെ ലോകകപ്പ് സ്വപ്നവും. എന്നാൽ അപ്രതീക്ഷിതമായി സാഹചര്യങ്ങൾ ഓരോന്നായി മലയാളി താരത്തിന് അനുകൂലമായി. ഏതാണ്ട് ഉറപ്പിച്ചു വെച്ച ടീമിനെ പൊളിക്കേണ്ടി വന്നത് സ്റ്റാർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെ അസുഖം നിമിത്തം. പേരുവെട്ടിയ ആളുകൾ തന്നെ സഞ്ജുവിനെ ഇതാ കൈപിടിച്ചു കയറ്റുന്നു. തനിക്കായി ദൈവം കരുതി വെച്ച അവസരമായി സഞ്ജു ഇതിനെ കാണുന്നുണ്ടാകും. ഇത് അവസാന അവസരമാണ്. തൻ്റെ ഇനിയുള്ള ക്രിക്കറ്റ് കരിയർ എങ്ങനെയാകുമെന്ന് തീരുമാനിക്കുന്ന മത്സരം. ലോകകപ്പിന് ശേഷവും ടീമിൽ തുടരാൻ നമീബിയയുമായുള്ള മത്സരത്തിൽ തിളങ്ങിയേ മതിയാകൂ. ഇനിയെല്ലാം സഞ്ജുവിൻ്റെ കൈകളിലാണ്. വീണ്ടും ഒരു അത്ഭുത ഇന്നിങ്സ് ആ ബാറ്റിൽ നിന്ന് പിറക്കുമോ? കാര്യങ്ങൾ സഞ്ജുവിന് വളരെ അനുകൂലമാണ്. ഈ T20 ലോകകപ്പിൽ ഒരു ടീമിനെയും എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. ചെറു ടീമുകളെന്ന് കരുതിയവർ അത്ഭുതം കാട്ടി ഇതിനോടകം. എന്നാൽ ഏറ്റവും ദുർബലമായ എതിരാളികളിലൊന്നാണ് അസോസിയേറ്റ് ടീം കൂടിയായ നമീബിയ എന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തിയിരിക്കുന്നത്. സഞ്ജുവിന് തിളങ്ങാനും പറ്റിയത് ഈ അവസരത്തിലാണെന്നും പറയുന്നുണ്ട്. മത്സരം നടക്കുന്ന ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം വലിയ സ്കോറുകൾക്കും പേരുകേട്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളും അഗ്രസീവ് ബാറ്ററായ സഞ്ജു സാംസന്റെ പ്രതീക്ഷകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. ആദ്യ ഓവറുകളാണ് സഞ്ജുവിന് ഏറ്റവും നിർണായകം. ക്രീസിലെത്തി അധികം വൈകാതെ തിരിച്ചു പോകുന്ന സഞ്ജുവിനെയാണ് അടുത്ത കാലത്ത് നാം കണ്ടിട്ടുള്ളത്. അതേസമയം മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് ആദ്യ 5 ഓവർ കഴിഞ്ഞ് നിലയുറപ്പിച്ചാൽ സഞ്ജുവിനോളം അപകടകാരി ഇന്ന് വേറെ ഇല്ല എന്നതാണ്. ടീമിൽ സ്ഥാനം ഭദ്രമാക്കാനുള്ള പ്രചോദനവും അതിവേഗ തുടക്കങ്ങൾക്കുള്ള ശേഷിയും എതിരാളികളുടെ ദൗർബല്യവുമെല്ലാം വിലയിരുത്തുമ്പോൾ നമീബിയയ്ക്കെതിരെ 60 റൺസിലധികം സഞ്ജുവിന് നേടാൻ കഴിഞ്ഞേക്കും. ക്രീസിൽ കുറച്ചധികം സമയം ചെലവിടാൻ തരത്തിലുള്ള ബാറ്റിംഗ് പരിശീലനമാണ് സഞ്ജു നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നെറ്റ്സിൽ പരിശീലിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഇത് വ്യക്തവുമാണ്. ആത്മവിശ്വാസത്തോടൊപ്പം വലിയ സമ്മർദ്ദവും പേറിയാണ് സഞ്ജു ഇത്തവണ കളത്തിലിറങ്ങുക. കഴിഞ്ഞ വർഷം ഓപ്പണിംഗ് മുതൽ മധ്യനിരയിൽ വരെ വ്യത്യസ്ത റോളുകളിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ചിന്തകൾ ഉണ്ടാകും. ഇക്കാലയളവിൽ T20യിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശരാശരി വെറും 16.8 മാത്രമാണ്. നേടിയത് ഒരൊറ്റ ഹാഫ് സെഞ്ചുറി. ഇതാകട്ടെ ഒമാനെതിരെയുള്ള ഏഷ്യ കപ്പ് മത്സരത്തിലും. ഏറ്റവും ഒടുവിലായി ന്യൂസിലൻഡിനെതിരെ കിട്ടിയത് 5 അവസരങ്ങൾ. മുഴുവൻ കളിയിലും ഓപ്പൺ ചെയ്യാനും സാധിച്ചു. എന്നാൽ 10-ൽ താഴെ ശരാശരിയിൽ സഞ്ജുവിന് നേടാനായത് വെറും 46 റൺസ്. എന്തായാലും നമീബിയ സഞ്ജുവിൻ്റെ വിധി എഴുതുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കാൻ പോകുന്നത്. ക്ഷമയോടെ തുടങ്ങി പതിയെ അഗ്രസീവ് മോഡിലേക്ക് മാറാൻ ഉറച്ചാകും നമീബിയയ്ക്കെതിരെ സഞ്ജു പാഡ് കെട്ടുക. തുടക്കത്തിൽ തന്നെ കണ്ണുപൂട്ടി അടിച്ച് വിക്കറ്റ് കളയാൻ പറ്റിയ സാഹചര്യമല്ല തനിക്ക് മുന്നിലുള്ളത് എന്ന് സഞ്ജുവിന് നന്നേ അറിയാം. നല്ല കാലത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന ആരാധകർ പലരും തൻ്റെ കെട്ടകാലം കണ്ടതോടെ കളഞ്ഞിട്ട് പോയി എന്ന തിരിച്ചറിവും സഞ്ജുവിനുണ്ട്. അവരെ തൃപ്തരാക്കി തിരികെ കൊണ്ടുവരണം. നിറം മങ്ങി നിന്നപ്പോഴും തനിക്കുമേൽ വിശ്വാസം അർപ്പിച്ചവർക്ക് തലയുയർത്തി നിൽക്കാൻ പോരാടണം. എല്ലാത്തിനുമുള്ള മറുപടി നമീബിയയ്ക്കെതിരെ കണ്ടെത്തണം. ഇത് തൻ്റെ ദിവസമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ സഞ്ജു ഇറങ്ങുകയാണ്.